السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നാഫിയായ ഇൽമ് അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. പ്രിയപ്പെട്ടവരെ, അമീനാണ് മുഖ്തരി. വാടകക്കെടുത്തവൻ, ഒരു വസ്തു വാടകക്കെടുത്തവൻ വാടക കാലയളവിലും വാടക കാലയളവ് കഴിഞ്ഞ് അതിന് ശേഷവും അനുഭവിക്കുന്നില്ലെങ്കിൽ അവൻ വിശ്വസ്തനായിരിക്കും. അവൻ്റെ വാക്കുകൾ അംഗീകരിക്കേണ്ടി വരും. അത് വല്ല കാരണവശാലും നശിച്ചാൽ ഉത്തരവാദിയാകുന്നതല്ല. അപ്പോൾ ഒരു പീടിക എന്ന് പറഞ്ഞാൽ ഒരു റൂം വാടകക്കെടുത്ത് ഒരു മാസത്തേക്ക് അയാൾ അതിൻ്റെ ഷട്ടർ അടച്ചിട്ട് സ്ഥലം വിട്ടു 2 മാസത്തേക്ക്. അവിടെ രണ്ട് മാസത്തെ വാടക കൊടുക്കേണ്ടി വരും. കാരണം 1 മാസം കഴിഞ്ഞാൽ അയാളത് ഒഴിച്ചിട്ട് കൊടുക്കേണ്ടിയിരുന്നു. ഇയാൾ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നല്ല വിഷയം, അയാൾ സ്ഥലം വിട്ടില്ലേ, ഇവിടെ സ്ഥലത്തില്ലല്ലോ. അപ്പോൾ പിന്നെ അയാൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ലല്ലോ വാടക കൊടുത്താക്ക്. അതുകൊണ്ട് 2 മാസത്തെ വാടക കൊടുക്കണം. വേറൊരു മസല, 1 മാസത്തേക്ക് നിങ്ങൾ എൻ്റെ ഒരു കാറ് വാടകക്കെടുത്തു, 1 മാസം നിങ്ങൾ ഉപയോഗിച്ചു. ശരി, ആ 1 മാസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാടക തരണം. അതിൻ്റെ വാടക എത്ര? നേരത്തെ നിശ്ചയിച്ച വാടക അല്ല. 1 മാസത്തേക്ക് സാധാരണ എത്രയാണോ വാടക, ഉജറത്തു മിസ്ലാണ് വേണ്ടത്. ശ്രദ്ധിക്കുക. വഹീനൈദിൻ യൽസമു മിൻ ദാലിക്. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് അനിവാര്യമായി മനസ്സിലാക്കാം, അന്നഹു ലാ ഫർഖ ബൈന യുഖ്ഫല ബാബു നഹ്വിൽ ഹാനൂതി ബഅദ തഫ്രീഖിഹി അല്ല. ഹാനൂത്ത് എന്ന ദുഃഖാൻ, പീടിക പോലത്തതിൻ്റെ വാതിൽ നിങ്ങൾ ലോക്ക് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. 1 മാസത്തേക്ക് നിങ്ങൾ വാടകയ്ക്കെടുത്ത ആൾ നിങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ ആ 1 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം, ലോക്ക് ചെയ്യാതിരിക്കാം, കുഴപ്പമില്ല. നിങ്ങളൊന്നും വാടക കൊടുക്കണ്ട. അതിന് ലോക്ക് ചെയ്ത് നിങ്ങൾ സ്ഥലം വിട്ടാൽ നിങ്ങൾ വാടക കൊടുക്കേണ്ടി വരും. അതാണ് ഈ പറയുന്നത്. വഹീനൈദിൻ, അപ്പോൾ യൽസവും ഇദാലിക്കായി പറഞ്ഞതിൽ നിന്ന് ഏത് തഹ്ലിയത്തായ നിർബന്ധമുള്ളൂ, തഹ്ലിയത്ത് മാത്രമേ നിർബന്ധമുള്ളൂ. വാടകയ്ക്ക് നൽകിയ ആൾക്ക് എപ്പോഴും ഏറ്റെടുക്കാൻ പറ്റുന്ന വിധത്തിൽ അതിനെ ഒഴിവാക്കി കൊടുക്കലേ നിർബന്ധമുള്ളൂ എന്നതിൽ ഇന്ന് അനിവാര്യമായി മനസ്സിലാക്കാം, അന്നഹു ലാ ഫർഖ ബൈന യുഖ്ഫല ബാബു നഹ്വിൽ ഹാനൂതി, പീടിക പോലത്തതിൻ്റെ വാതിൽ ലോക്ക് ചെയ്യുന്നതും ബഅദ തഫ്രീഖിഹി, അതിനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വ അൻ ലാ യുഖ്ഫല എന്നർത്ഥം, ലോക്ക് ചെയ്യാതിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമല്ല. എങ്ങനെയായാലും അയാൾ വാടക കൊടുക്കണ്ട. ലാക്കിൻ പക്ഷേ ബഗ്ബീമ പറഞ്ഞു, ലവിസ്തഇജറ ഹാനൂതൻ ശഹ്റൻ, ഒരാൾ ഒരു മാസത്തേക്ക് ഒരു പീടിക വാടകക്കെടുത്താൽ ഫാഗ്ലഖ ബാബഹു, അങ്ങനെ അതിൻ്റെ വാതിൽ അയാൾ ലോക്ക് ചെയ്തു. വഗാബ ശഹ്റൈനി, 2 മാസം അയാൾ സ്ഥലത്തില്ലാതെയാവുകയും ചെയ്താൽ ലസിമഹുൽ മുസമ്മാ ലിശഹ്രിൽ അവ്വലി, 1-ാം മാസത്തേക്ക് മുസമ്മ നിർബന്ധമാകും, നേരത്തെ നിശ്ചയിക്കപ്പെട്ട വാടക നിർബന്ധമാകും. വഉജ്റത്തുൽ മിസ്രി ലിശഹ്രി സാനി, 2-ാം മാസത്തേക്ക് ഉജ്റത്തു മിസ്രി നിർബന്ധമാകും, ഒരു സാധാരണ വാടക. ശൈഖുനാ ഫീ ശറഹിൽ മിൻഹാജി വമാ ദക്കറഹുൽ ബഗ്വിയ്യു, ബഗ്വി ഇമാം പറഞ്ഞത് ഫീ മസ്അലത്തിൽ ഗൈബത്തി, അയാൾ സ്ഥലത്തില്ലാത്ത മസ്അലയിൽ, അതായത് 2ാമത് പറഞ്ഞിടത്ത് മുത്തജഹുൻ, അത് ന്യായമാണ്. കാരണം റൂം പൂട്ടി സ്ഥലം വിട്ടു എന്നുള്ളത് അയാളുടെ വീഴ്ചയാണല്ലോ. സ്ഥലം വിടുന്നില്ലെങ്കിൽ പൂട്ടിയിട്ടില്ലേ, കുഴപ്പമൊന്നുമില്ല, അയാൾ ചാവി വയ്ക്കുമ്പോൾ കൊടുത്താൽ മതിയല്ലോ. ഇനി ആദ്യം പറഞ്ഞു ഇതിൻ്റെ ബാക്കി, മാലം യസ്തഅമിൽഹ, ഉപയോഗിക്കാത്ത കാലത്തോളം വാടക കാലം കഴിഞ്ഞാൽ വാടക കൊടുക്കണ്ട എന്ന് പറഞ്ഞല്ലോ. വലസ്തഅമലല്ലൈന ബഅദൽ മുദ്ദത്തി, നിശ്ചിത സമയത്തിന് ശേഷം
വസ്തുവിനെ ഉപയോഗിച്ചാൽ ലസിമഹു ഉജ്റത്തുൽ മിസ്രി, അതിൻ്റെ സാധാരണ വാടക നിർബന്ധമാകും. ഓക്കെ. അപ്പം മുക്തരി അമീനാണ്. ഏതുപോലെ? കൂലിക്ക് വിളിച്ചവൻ അമീനായതുപോലെ. നമ്മൾ ഒരാളെ കൂലിക്ക് പണിക്ക് വേണ്ടി വിളിച്ചു, അയാളെ പേര് അജീർ എന്നാണ്. അയാളും ഇപ്പം ഇന്ന് വൈകുന്നേരം വരെ എൻ്റെ വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടി ഒരാളെ കൂലിക്ക് വിളിച്ചു, അല്ലെങ്കിൽ എൻ്റെ വണ്ടി ഓട്ടാൻ വേണ്ടി കൂലിക്ക് വിളിച്ചു, അയാളും വിശ്വസ്തനാണ്. ഈ രണ്ടു പേർക്കും ലമാനില്ല. അജീരും ഫഇന്നഹു അമീൻ, അവരും വിശ്വസ്തനാണ്. വലോ ബഅദൽ മുദ്ദത്തി, അയ്ദൻ നേരത്തെ പറഞ്ഞതുപോലെ നിശ്ചിത സമയം കഴിഞ്ഞാലും അമീനാണ്. ഫലാ ലമാന അലാ വാഹിദ് മിൻഹുമാ, രണ്ടു പേരിൽ ഒരാളുടെ മേലിലും ലമാനില്ല. മുക്തരിൻ്റെ മേലിലുമില്ല, അജീറിൻ്റെ പേരിലുമില്ല. ഇനി ഏതാനും ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു കാറ് നിങ്ങൾ വാടകയ്ക്കെടുത്തു, നിങ്ങളത് ഉപയോഗിച്ചില്ല, അങ്ങനെ നശിച്ചു, ഉത്തരവാദിയാവൂല? ഉത്തരവാദിയാവൂല. ഉപയോഗിക്കാത്തത് കൊണ്ട് നശിച്ചാലെന്താവൂല? ഉത്തരവാദിയാവൂല. അത് കൂലിക്കാരൻ നേരിട്ട്, ഇപ്പം നമ്മൾ വസ്ത്രം തുന്നാൻ വേണ്ടി നമ്മൾ വാടകയ്ക്ക് വിളിക്കൂലേ? അതായത് വാടകയ്ക്ക് വിളിക്കാരനെ വസ്ത്രമൊക്കെ അടിക്കാൻ വേണ്ടി കൊടുക്കൂലേ ടൈലറെടുത്ത്? ടൈലർ അജീറാണ്. അപ്പോൾ ആ അജീറാകുന്ന ടൈലറുടെ വീഴ്ചയില്ലാതെ നമ്മൾ നൽകിയ സാധനത്തിന് വല്ല നാശവും സംഭവിച്ചാൽ അയാൾ ഉത്തരവാദിയാവൂല. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. കൂടുതൽ വിശദീകരിച്ചാൽ നമുക്കൊരുപാട് സമയമെടുക്കും, ക്ലാസ് നീങ്ങൂല. ഫലവിക്തറ ദാബത്തൻ, ഒരു മൃഗത്തെ, അന്നിപ്പോൾ മൃഗമാണല്ലോ, ഇപ്പൊക്കെ വണ്ടിയായി, വാടകയ്ക്കെടുത്താൽ ഫലം യന്തഫിഅ ബിഹ, അങ്ങനെ അതിനെ കൊണ്ടാൻ ഉപകരിക്കുകയും ചെയ്തില്ല, അങ്ങനെ തെരിപ്പത്ത് അത് നശിച്ചു. അവിക്തറാഹു, അല്ലെങ്കിൽ ഒരാൾ ഒരു വ്യക്തിയെ കൂലിക്ക് വിളിച്ചു, ലഹിയാത്തത്തി സൗബിൻ, വസ്ത്രം തുന്നാൻ വേണ്ടി, ഔ സബഗിഹി, അല്ലെങ്കിൽ കളർ മുക്കാൻ വേണ്ടി, ഫതലിഫാത്, നശിച്ചാൽ, ഫലായൽമനു, അവിടെ അവന് ഉത്തരവാദിത്തമില്ല. സവാഉനിൻഫറദൽ അജീറു ബിൽ യദി അംല, അത് കൂലിക്ക് വിളിച്ചയാൾ നേരിട്ട് കൈകാര്യം ചെയ്താൽ, അത് നേരിട്ട് കൈകാര്യം ചെയ്താലും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്താലും ഇല്ലെങ്കിലും ഉത്തരവാദിയാവില്ല. സവാഉനിൻഫറദൽ അജീറു ബിൽ യദി അംല, കൂലിപ്പണിക്കാരൻ നേരെ കൈകൊണ്ട് അയാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റെടുത്തതാണെങ്കിലും അംല, അല്ലെങ്കിലും ഉത്തരവാദിയാവില്ല. ഇൻഫറദാറിനെ തനിച്ചു. ഉദാഹരണം, അജീർ നേരെ അയാൾ ഒറ്റയ്ക്ക് ചെയ്താലും ഒറ്റയ്ക്ക് ചെയ്തില്ലെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, കഅൻ ഖഅദ, അവൻ ഇരിക്കും പോലെ. കാൻ ഖാദൽ മുക്തരി, വാടകയ്ക്ക് വിളിച്ചവൻ ഇരുന്നു, മാഹു, അജീറിൻ്റെ കൂടെ ഇരുന്നു, ഹത്താ യാമല, ജോലി ചെയ്യുന്നത് വരെ. ഔ അഹ്ലറഹു മൻസിലഹു, അല്ലെങ്കിൽ അവൻ അവൻ്റെ വീട്ടിലേക്ക് വരുത്തി, ലിയാമല, ജോലി ചെയ്യാൻ വേണ്ടി. എങ്ങനെ ആയാലും ഉത്തരവാദിയാവൂല. ഒറ്റക്കാണ് ആ പ്രവൃത്തി ചെയ്തതെങ്കിലും, വാടകയ്ക്ക് വിളിച്ചവനെ കൂട്ടിയാണ് ആ പണി ചെയ്തതെങ്കിലും അവന് ലമാനില്ല. സവാനിൻ ഫറദൽ അജീറു ബില്ലദി അംല, അജീറിന് ലമാനില്ല, മുക്തരിക്കും ലമാനില്ല. അവൻ അത് മുക്തരിൻ്റെ കൂടെ ചെയ്താലും അവൻ ഒറ്റയ്ക്ക് ചെയ്താലും. അതാണ് സവാനിൻ ഫറദൽ അജീറു ബില്ലദി അംല. അജീർ ഒറ്റക്കാണ് ആ പണിയെടുത്തതെങ്കിലും, അല്ലെങ്കിൽ ഒറ്റക്കല്ല, വാടകയ്ക്ക് വിളിച്ചവനെ കൂട്ടിയിട്ടാണ് ആ പണിയെടുത്തതെങ്കിലും, അതാണ് ഈ പറയുന്നത് കാൻ ഖാദൽ മുക്തരി മാഹു. ഞാൻ എൻ്റെ വാഹനം ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഒരാളെ കൂലിക്ക് വിളിച്ചു, ഞാനും അയാളെ കൂടെ ഇരുന്നു കൊടുത്തു, ഹത്താ യാമല, ജോലി ചെയ്യുന്നത് വരെ.
അല്ലെങ്കിൽ അവഹറഹു മനസ്സിലഹു, അല്ലെങ്കിൽ അവൻ എൻ്റെ വീട്ടിലേക്ക് വരുത്തി ഹാജരാക്കി രാമല ചൊരിയാൻ വേണ്ടി. ഇവിടെ ഒന്നും ഉത്തരവാദിത്തം ഉണ്ടാകൂല. ഇല്ലാ ബി തഖ്സീരിൻ, വീഴ്ചയില്ലാതെ. വീഴ്ചക്ക് അപൂർവമായ ഒരു ഉദാഹരണം പറയാണ്. ഒന്ന്, ഒരു മൃഗത്തിനെ വാടകയ്ക്ക് എടുത്തിട്ട് അയാൾ അതുകൊണ്ട് ഒരു ഉപകാരവും നടത്തിയില്ല. അതിനെ എന്ത് ചെയ്തു? കൂട്ടിൽ തന്നെ നിർത്തി. അങ്ങനെ തൊഴുത്ത് ആ മൃഗത്തിൻ്റെ മേലെ വീണ് ആ മൃഗം ചത്തു. ഇയാൾ വാടകയ്ക്ക് എടുത്ത നിലക്ക് ആ മൃഗത്തെ അയാൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ തൊഴുത്ത് വീണ് ആ മൃഗം നശിക്കൂലായിരുന്നു. ഇതൊരു വീഴ്ചയാണ്, ഉത്തരവാദിയാകും. കാൻ തറക്കൽ മുക്തരി, മുക്തരി ഉപേക്ഷിക്കും പോലെ അൽ ഇന്തിഫാ ബിദ്ദാബത്തി, മൃഗത്തെ ഉപയോഗപ്പെടുത്തുന്നത് ഉപേക്ഷിച്ചു, ഉപയോഗപ്പെടുത്തിയില്ല എന്നർത്ഥം. അപ്പോൾ തെലിഫത്ത്, അങ്ങനെ ആ മൃഗം നശിച്ചു. ബി സബബിൻ, എന്തോ ഒരു കാരണത്താൽ. ഉദാഹരണം കൻഹിദാമി സ്വഖ്ഫി ഇസ്തബലിഹ, ഇസ്തബലി എന്ന് പറഞ്ഞാൽ ആല, തൊഴുത്ത് എന്നാണ്. തൊഴുത്തിൻ്റെ മച്ച് തകർന്നു വീഴും പോലെ അലിഹ, മൃഗത്തിൻ്റെ മേൽ. ഏത് സമയത്ത്? ഫി വക്തിൻ, ഒരു സമയത്ത്. ഏത് സമയം? ലവിൻതഫഅ ബിഹാ ഫീഹി, ആ സമയത്ത് ആ മൃഗത്തെ അവൻ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ സലിമത്ത്, ആ മൃഗം നശിക്കാതെ രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ അതൊരു വീഴ്ചയാണ്, അപ്പോൾ ഉത്തരവാദിയാകും. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, മൃഗത്തിന് എന്തായി? പരിധി വിട്ട് അടിച്ചു, ഉത്തരവാദിയാകും. മൂന്നാമത്തെ കാരണം, അതിന് താങ്ങാൻ പറ്റുന്നതിലപ്പുറം ലോഡ് കയറ്റി. ഇപ്പം വണ്ടിയൊക്കെയാണ്, എൻ്റെ ഒരു ഗുഡ്സ് നിങ്ങൾ വാടകയ്ക്ക് എടുത്തു, അതിന് ഗുഡ്സിന് താങ്ങാവുന്നൊരളവുണ്ടല്ലോ, അതിനപ്പുറം കയറ്റി, ഗുഡ്സ് തകർന്നു, അതിൻ്റെ ഗിയർ ബോക്സ് ഒക്കെ പൊട്ടി, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ കാരണമാണ്. ഒക്കെ അൻദറബഹ, അതിനടിക്കുക. ഔ അർക്കബഹ, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് കയറ്റി, അസ്കല മിൻഹു, അതിനേക്കാൾ ഭാരമുള്ള സാധനത്തെ കയറ്റി. ഒരു മൃഗത്തിന് അതിനേക്കാൾ ഭാരമുള്ള സാധനം കയറ്റാൻ പാടില്ല എന്നാണ്. അതുപോലെ മറ്റൊരു മസല, ഒരു ഷോപ്പ് സംരക്ഷിക്കാൻ വേണ്ടി ഒരാളെ കൂലിക്ക് വിളിച്ചു. അങ്ങനെ ഒരാൾ വന്നിട്ട് ഇവൻ്റെ ഭാഗത്ത് വീഴ്ച ഒന്നും ഉണ്ടായിട്ടില്ല, അതിലുള്ള സാധനം ഒരാൾ എടുത്തു പോയാൽ അവൻ ഉത്തരവാദിയല്ല. അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ, ആൾക്കാർ പിടിച്ച് പറിച്ചൊക്കെ കൊണ്ടുപോകൂലേ? ഉത്തരവാദിയാവില്ല. ഒരു ജ്വല്ലറിൻ്റെ എന്തേലും പറയാം, വാച്ച്മാനാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും എടുത്തു പോയാൽ വാച്ച്മാൻ എങ്ങനെ ഉത്തരവാദിയാവുക? വരുന്ന വിവരമൊക്കെ ഉടമസ്ഥന് കൊടുക്കേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ. വലാ യൽമനു അജീറുൻ ലി ഹിഫ്ദി ദുക്കാനിൻ, ഒരു പീടിക സൂക്ഷിക്കാൻ വേണ്ടി കൂലിക്ക് വിളിക്കപ്പെട്ടവൻ ഉത്തരവാദിയാവുകയില്ല. ഇദാ അഖദ ഗൈറുഹു മാഫിയ, മറ്റൊരാൾ അതിലുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയാൽ, വീഴ്ചയില്ലെങ്കിൽ എന്നർത്ഥം. അതുപോലെ അങ്ങാടികളിലും മറ്റുമൊക്കെയുള്ള കാവൽക്കാരില്ലേ, വാച്ച്മാൻ, അല്ലെങ്കിൽ എന്താ പറയുക, കാവൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്താ പറയല്? ഗേറ്റ് കീപ്പർ, അയാൾക്കും ലമാനില്ല. ഖാല സർക്കശിയോ, ഇമാം സർക്കശി റഹ്മത്തുള്ളാഹി പറഞ്ഞ അന്നഹു ലാ ലമാന അയ്ളൻ അലൽ ഖഫീർ, ഗേറ്റ് കീപ്പർക്കും എന്തില്ല? ലമാനില്ല, കാവൽക്കാരനും ലമാനില്ല. അപ്പോൾ ലമാൻ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ കൂട്ടത്തിലേക്ക് മറ്റൊന്നും. ഏതായിരുന്നു ലമാൻ ഉണ്ടാകുന്നത്? രണ്ട് കാര്യം ഇപ്പോൾ പറഞ്ഞു. മൃഗത്തെ ഉപകരിക്കാതെ ആലയിൽ കെട്ടിയിടുകയും ഉപകരിക്കേണ്ട സമയത്ത്, ഉപയോഗിക്കേണ്ട സമയത്ത് ആല തകർന്ന് വീണ് മൃഗം ചാവുകയും ചെയ്യുക, ഉത്തരവാദിയാകും. മറ്റൊന്ന്,
പരിധി വിട്ട് അടിക്കുക, ആ മൃഗത്തേക്കാൾ ഭാരമുള്ള സാധനം അതിൻ്റെ മേലെ കയറ്റുക. മൂന്നാമത്തത് തൻ്റെ മൃഗത്തെ മേയ്ക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ കൂലിക്ക് വിളിച്ചു. അനിസ്തജറഹു, ഒരാളെ കൂലിക്ക് വിളിച്ചു, ദാബത്തഹു, മൃഗത്തെ മേയ്ക്കാൻ വേണ്ടി. ആഖറ, അങ്ങനെ ആ മൃഗത്തിന് അയാൾ മേയ്ക്കാതെ വേറൊരാൾക്ക് കൊടുത്തു, അതിന് മേയ്ക്കാൻ വേണ്ടി. അങ്ങനെ മൃഗം നശിച്ചാൽ രണ്ടാളും ഉത്തരവാദിയാണ്. ഒന്നാമത്തെ അജീറും രണ്ടാമത്തെ അജീറും ഉത്തരവാദിയാണ്. ആരാണ്? രണ്ടാളോടത്തും കാശ് വാങ്ങാം, പക്ഷെ ആ കാശ് ലാസ്റ്റ് ആരുടെ മേലാ കുടുങ്ങുക? വൽ ഖറാറു, നഷ്ടപരിഹാരം സ്ഥിരപ്പെടുക അലാമൻ തലിഫത്ത് ബിയദിഹി, ആരെ കൈവശത്തിലായിരിക്കുമ്പോഴാണോ മൃഗം നശിച്ചത് അയാളുടെ മേലാണ് ലാസ്റ്റ് നഷ്ടപരിഹാരം സ്ഥിരപ്പെടുക. ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു, നിങ്ങൾ വേറെ ആളെ ഏൽപ്പിച്ചു, അപ്പോൾ എനിക്ക് നിങ്ങളോടും ചോദിക്കാം, മറ്റേ വ്യക്തിനോടും ചോദിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ കുടുങ്ങൽ ആരാണ്? ഞാൻ ആരെ കയ്യിൽ ഇരിക്കുമ്പോഴാണോ നശിച്ചത് അയാളാണ് കുടുങ്ങുക. ഞാൻ ഇയാളോട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്നാണ് നശിച്ചെങ്കിൽ, വേറെ ആളുടെ നിന്നാണ് നശിച്ചെങ്കിൽ നിങ്ങൾക്ക് അയാളോട് പൈസ വാങ്ങിയാൽ മതി. മറ്റൊരു കാരണം, ഉത്തരവാദിയാകുന്ന പൊറാട്ട ചൂടാണ്, അപ്പോൾ അധികമായിട്ട് തീ കത്തിച്ചു, അങ്ങനെ കരിഞ്ഞുപോയി, ഉത്തരവാദിയാകും. ആരെ വാടക വിളിച്ചത്? പത്തിരി ഉണ്ടാക്കാൻ പൊറോട്ടക്കാരനെ. വകാൻ അസ്റഫ ഹബ്ബാസുൻ, കുക്ക് അമിതമായി ഫിൽ വുക്കൂദി, തീ കത്തിക്കും പോലെ, അസ്റഫാർ അമിതമായി പ്രവർത്തിച്ചു ഫിൽ വുക്കൂദി, തീ കത്തിക്കുന്നതിൽ, അങ്ങനെ കരിഞ്ഞു പോയാൽ. അല്ലെങ്കിൽ അത് മറച്ചിടാതെ അങ്ങോട്ട് കരിഞ്ഞുപോയി, അപ്പോൾ ഉത്തരവാദിയാകും. ഇനി കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഉസ്താദിനെ നിങ്ങൾ കൂലിക്ക് വിളിച്ചു, മദ്രസയിലെ ഉസ്താദ്, അങ്ങനെ ആ കുട്ടീനെ അടിച്ചു, കുട്ടി മരിച്ചുപോയി, ഉത്തരവാദിയാകും. ഔ മാത്തൽ മുത്തഅല്ലിം, അല്ലെങ്കിൽ മുത്തഅല്ലിമ മരിച്ചു, മിൻ ദർബിൽ മുഅല്ലിമി, ഉസ്താദ് അടിച്ചതിനാൽ, ഫഇന്നഹു യദ്മനു, ഉത്തരവാദിയാകും. ഏതായാലും ഇത്തരം സന്ദർഭങ്ങളിലൊന്നുമല്ലാതെ സാധനം നശിച്ചാൽ അവൻ്റെ അടുത്ത് വീഴ്ചയില്ല എന്നവൻ പറയുകയാണെങ്കിൽ അവൻ്റെ വാദം അംഗീകരിക്കണം. ഞാൻ വീഴ്ചയൊന്നും വരുത്തിയിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ അവൻ്റെ വാദം അംഗീകരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സാക്ഷികളെ കൊണ്ടുവരാൻ കഴിയണം, കൂലിക്കാരന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന്. അല്ലാത്ത കാലത്തോളം ഉത്തരവാദിയാവൂല. വയുസദ്ദഖുൽ അജീറു, കൂലിക്ക് വിളിച്ചവനെ വാസ്തവമാക്കപ്പെടും ഏത് വാദത്തിൽ? ഫി അന്നഹു ലം യുഖസ്സിർ, അവൻ വീഴ്ച വരുത്തിയിട്ടില്ല എന്ന വാദത്തിൽ. മാലം യഷ്ഹദ് ഖബീറാനി, രണ്ട് സാക്ഷികൾ സാക്ഷ്യം വഹിക്കാത്ത കാലത്തോളം. ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാണ് ഖബീർ എന്ന് പറയാം. ഉള്ളറിയുന്ന രണ്ട് വ്യക്തികൾ സാക്ഷി നിൽക്കാത്ത കാലത്തോളം ബി ഖിലാഫിഹി, അയാളുടെ വാദത്തിനെതിരായി. ഓക്കെ, അപ്പോൾ ഒരു വട്ടം കൂടെ അർത്ഥം വെച്ചിട്ട് നമുക്ക് പാഠാവസാനിപ്പിക്കാം. ഖാലൽ ബഗ്വിയ്യു, ബഹീനൈദിൻ, തഖ്ലിയത്ത് മാത്രമേ നിർബന്ധമുള്ളൂ എന്ന അടിസ്ഥാനത്തിൽ യൽസമു മിൻ ദാലിക, അതിനാൽ നിർബന്ധമായി വരും, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അന്നഹു ലാ ഫർഖ ബൈന യുഖ്ഫല ബാബു നഹ്വിൽ അനൂത്തി ബഅദ തഫ്രീഖിഹി വ അല്ല, കട ഒഴിവാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ വാതിൽ പൂട്ടിയിടുന്നതും പൂട്ടിയിടാതിരിക്കുന്നതും തുല്യമാണ് എന്ന് മനസ്സിലാക്കാം. ലാക്കിൻ പക്ഷേ ബഗ്വി പറഞ്ഞു, ലവിസ്തജറ ഹാനൂതൻ ഷഹറൻ ഫഅഗ്ലഖ ബാബഹു വഗാബ ഷഹ്റൈനി ലസിമഹുൽ മുസമ്മ, ഒരു പീടിക ഒരു മാസത്തേക്ക് വാടകയ്ക്കെടുക്കുകയും അതിൻ്റെ വാതിൽ പൂട്ടി 2 മാസം അയാൾ സ്ഥലമിടുകയും ചെയ്താൽ അവന് മുസമ്മ, നേരത്തെ നിശ്ചയിച്ച 1 മാസത്തേക്കുള്ള വാടകയും ഈ ഷഹ്രിൽ അവലി 1-ാം മാസത്തേക്ക്, ഉജ്റത്തുൽ മിസ്ലി ഷഹ്രി 2-ാം മാസത്തേക്ക് അവിടെയുള്ള സാധാരണ വാടകയും നിർബന്ധമാകും. ഷെയ്ഖുനാ ശറഉൽ മിൻഹാജിനെ കുറിച്ച് പറഞ്ഞു, ബഗ്വി ഇമാം പറഞ്ഞത് ഫി മസ്ലത്തുൽ ഗൈബത്തി, അയാൾ സ്ഥലം വിട്ടയിടത്തുള്ള മസലയിൽ ന്യായമാണ്. വലബിസ്തമാൽ അയിന വാദൽ മുദ്ദത്തിൽ ലസിമഹു ഉജ്റത്തുൽ മിസ്ലി, വാടക കാലാവധി കഴിഞ്ഞതിന് ശേഷം വാടകയ്ക്കെടുത്ത സാധനം ഒരാൾ ഉപയോഗിച്ചാൽ
ഉജ്റത്തുൽ മിസ്ൽ നിർബന്ധമാകും. അപ്പം മുക്തരിക്ക് ലമാനില്ല, അവൻ അമീനാണ്. ഏതുപോലെ അജീരിൻ, അജീർ കൂലിക്ക് വിളിക്കപ്പെട്ടവൻ, കൂലിപ്പണിക്കാരൻ വിശ്വസ്തനായതുപോലെ. വലുബാദിൽ മുദ്ദത്തിയതൻ കാലം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും. ഫലാ ലമാൻ അലാ വാഹിദ് മിൻഹുമ ഫലവിക്തറ ദാബത്തൻ വലം യന്തഫി ബിഹാ ഫതലിഫത്ത്. അപ്പോൾ ഒരാൾ മൃഗത്തിന് വാടക കൊടുത്തു, അങ്ങനെ അതുകൊണ്ട് ഉപകരിച്ചില്ല, അങ്ങനെ നശിച്ചു. അവിക്തറാവുലി ഖിയാത്തത്തി സൗബിൻ ഔ സബഗിഹി, അല്ലെങ്കിൽ വസ്ത്രം തുന്നാനോ അതിൽ ചായം മുക്കാനോ. പഴയകാലത്തൊക്കെ ചായം മുക്കണ പരിപാടി ഉണ്ടായിരുന്നു, വിചാര മുക്കുക എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊക്കെ എല്ലാം മുക്കിയിട്ടാണല്ലോ വരുന്നത്. സ്വബഗ എന്ന് പറഞ്ഞാൽ ചായം മുക്കി എന്നാണ്. നിറം കൊടുത്തു. അപ്പോൾ തലിഫ നശിച്ചാൽ ഫലായൊന്നും ഉത്തരവാദിയാവൂല. സവാനിം ഫറദൽ അജീറുബിൻ്റെ യദി അംല, അജീർ ഒറ്റക്കാണ് ആ പണിയെടുത്തതെങ്കിലും മറ്റുള്ളവർ കൂടെയാണെങ്കിലും. ഉദാഹരണം ഖാൻ ഖാദൽ മുഖ്തരീമാഹു ഹത്തായ അമല, വാടകയ്ക്ക് വിളിച്ചവൻ അവൻ്റെ കൂടെ തന്നെ ഇരുന്നു ഹത്തായ അമല, ജോലി ചെയ്യുന്നത് വരെ. അല്ലെങ്കിൽ ഔ അഹദറഹു മൻസിലഹു, ഈ കൂലിപ്പണിക്കാരനെ ഇവൻ്റെ വീട്ടിലേക്ക് ഹാജരാക്കി വ്യാമല, ജോലി ചെയ്യാൻ വേണ്ടി. ഇവിടെ ഇപ്പം മറ്റവനും കൂടെ ഉണ്ട്. രണ്ട് സന്ദർഭത്തിലും ഉത്തരവാദിയാവൂല. ഇല്ലാബി തക്സീരിൻ, വീഴ്ചയില്ലാതെ. ഏതുപോലെ കഅന്തറക്കൽ മുഖ്തരി അൽ ഇന്തിഫാ ബിദാബത്തി, മുഖ്തരി മൃഗത്തെ ഉപകാരമെടുക്കുന്നതിന് ഉപേക്ഷിച്ചു. അപ്പോൾ തലിഫത്ത് ബിസ്സഹബിൻ, എന്തോ കാരണത്താൽ ആ മൃഗം നശിച്ചാൽ. കൻഹിദാമി സഖ്ഫി ഇസ്തബലിഹ, അതിൻ്റെ തൊഴുത്തിൻ്റെ മച്ച്, ടെറസ് പൊളിഞ്ഞു വീഴും പോലെ. ഇൻഹദമ എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു. അലേഹ, മൃഗത്തിന്മേൽ പൊളിഞ്ഞു വീഴും പോലെ. ഏത് സമയത്ത്? ഫീ വക്തിൻ, ഒരു സമയത്ത്. തവിൻതഫഅ ബിഹാ, ആ സമയത്ത് അയാൾ ഉപകരിച്ചിരുന്നെങ്കിൽ. ഫീഹി, ആ സമയത്ത് ആ മൃഗത്തെ ഉപകരിച്ചിരുന്നെങ്കിൽ സലിമത്ത്, രക്ഷപ്പെടുമായിരുന്നു. വകഅൻദറബഹ ഔ അർക്കബഹ അസ്കല മിൻഹു, ആ മൃഗത്തെ അടിക്കുക, അതിനേക്കാൾ ഭാരമുള്ള സാധനം കയറ്റുക, അവിടെ ഉത്തരവാദിയാവും. വലാ യദ്മനു അജീറുൽ ഹിഫ്ദി ദുക്കാനിൻ മസലൻ ഇദാ അഖദ ഗൈറുഹു മാ ഫിഹ, പീടിക സംരക്ഷിക്കാൻ വേണ്ടി കൂലിക്ക് വിളിക്കപ്പെട്ടവൻ ആരെങ്കിലും അതിനുള്ള സാധനങ്ങൾ എടുത്തു പോയാൽ ഉത്തരവാദിയല്ല. ഖാല സിർകശിയു അന്നഹു ലാ ലമാന അയ്ളൻ അൽ ഖഫീർ, അതുപോലെ തന്നെ ഗേറ്റ് കീപ്പർ അല്ലെങ്കിൽ കാവൽക്കാരൻ്റെ മേൽ ലമാനില്ല. കാവൽക്കാരൻ എന്ന ഖഫീർ എന്നാണ്. മറ്റൊന്ന് ഉത്തരവാദിയാകുന്ന മറ്റൊരു മസല, വകനിസ്തഅ്ജറഹു ലിറഅദാബതഹു, മൃഗത്തെ മേയ്ക്കാൻ വേണ്ടി, മൃഗത്തിന് പുല്ലൊടുക്കാൻ വേണ്ടി ഒരാളെ കൂലിക്ക് വിളിച്ചു. റഅ എന്ന് പറഞ്ഞാൽ മേയിച്ചു എന്നാ. ഫഅതഹ ആഖറ യർഅഹ, അങ്ങനെ ആ മൃഗത്തെ മേയ്ക്കുന്ന മറ്റൊരാൾക്ക് ആ മൃഗത്തിനെ കൈമാറിയാൽ ഫയദ്മനുഹാ കുല്ലു മിൻഹുമ, രണ്ട് പേരും ളാമിനാണ്. വൽ ഖറാറു, എന്നാൽ നഷ്ടം സ്ഥിരപ്പെടുക അലാമൻ തലിഫത്ത് ബിയദിഹി, ആരുടെ കൈവശത്തിലിരിക്കുമ്പോഴാണോ ആ മൃഗം നശിച്ചത് അയാൾക്കാണ്. മറ്റൊന്ന് വകാൻ അസ്റഫ ഖബ്ബാസും ഫിൽ ബുഖൂരി, കുക്കർ പത്തിരി ചുടുന്ന ആൾ, ഖുബ്സ് പറഞ്ഞാൽ പത്തിരി എന്നാണ്. അപ്പോൾ ഖബ്ബാസ് എന്ന് പറഞ്ഞാൽ പത്തിരി ചുടുന്ന ആളാണ്. അയാൾ തീ കത്തിക്കുന്നതിൽ അമിതമാക്കും പോലെ. വാത്തൽ മുത്തഅല്ലിമു ദർബിൽ മുഅല്ലിമി, അല്ലെങ്കിൽ മുഅല്ലിം അടിച്ചതിനാൽ മുത്തഅല്ലിം മരിക്കും പോലെ. ഏതായാലും ഓൺലൈനിൽ അടിച്ചിട്ട് മരിക്കുക എന്നുള്ളതിൻ്റെ മേലെ സമാനം ഉണ്ടാവില്ല, അതൊരു സൗകര്യം തന്നെയാണ്. ഫൈനഹു യദ്മനു, ഉത്തരവാദിയാകും. ഞാനൊക്കെ ഇപ്പം നിങ്ങൾ അജീറായിരിക്കൂലേ, നിങ്ങളുടെ അടുത്ത് നിന്ന് ഫീസൊക്കെ വാങ്ങുന്നതുകൊണ്ട് പഠിച്ചവനെ പേടിക്കണം. പണിയെടുത്തില്ലെങ്കിൽ ഉത്തരവാദിയാകും. വിസദ്ദഖുൽ അജീറു ഫി അന്നഹു ലം യുഖസ്സിർ, വീഴ്ച വരുത്തിയിട്ടില്ല എന്ന വാദത്തിൽ വാടകക്കാരൻ, കൂലിപ്പണിക്കാരനെ വാസ്തവമാക്കപ്പെടും. മാലം യഷ്ഹദ് ഖബീറാനി, ഉള്ളറിയുന്ന രണ്ട് പേർ സാക്ഷി നിൽക്കാത്ത കാലത്തോളം ബിഖിലാഫിഹി, അയാളുടെ വാദത്തിനെതിരായി. ശരി, ഇനിയും കുറച്ച് മസല കണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.